അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസ് 2-ാം പാർട്ടിലെ 2-ാമത്തെ പാഠം തഖ്വൽ ഖുലൂബ്. തഖ്വൽ ഖുലൂബ് കേട്ടോ, ഹൃദയങ്ങളുടെ തഖ്വ, ഭക്തി. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു വവാമിരില്ലാഹി വജിത്തിനാബു നവാഹി എന്ന് പറയും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം മനസ്സുകൊണ്ടും അവയവങ്ങളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിരൽ വെക്കണേ, നിങ്ങളെ വിരൽ ഓരോ പദം വായിക്കുമ്പോൾ ചോട്ടിൽ വെക്കണം. എപ്പോഴേ വായിച്ച് പഠിക്കുള്ളൂ കേട്ടോ. പക്ഷെ പഠിക്കാൻ സമയം കുറവാണ്, അതേപോലെയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വരവും ഭാവവും കണ്ട് അവർ പേടിച്ചു. ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏതു നാട്ടുകാരാണ്? നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഒറ്റ ചോദ്യം. ആ ശബ്ദവും ആ ഭാവം കണ്ടപ്പോൾ ആൾക്കാരാകെ പേടിച്ച്. അവർ പറഞ്ഞ്, ഞങ്ങൾ ത്വായിഫുകാരാണ്. അവർ മറുപടി പറഞ്ഞു, ഖലീഫ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വെച്ച് ശബ്ദമുയർത്തുകയോ? റസൂലുള്ളാഹിൻ്റെ പള്ളിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ വെച്ച് ഉറക്കെ സംസാരിക്കാൻ പറ്റുമോ? അവിടെ അള്ളാഹിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തി ഉറങ്ങണില്ലേ? റൗള ഷരീഫില്ലേ ഇവിടെ? ഇവിടെ ഉറക്കം സംസാരിക്കാൻ പറ്റുമോ? പിന്നെ പറയണേ, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. നിങ്ങൾ അന്യനാട്ടുകാരാണ്. അന്യനാട്ടുകാരോട് നമുക്ക് ചില മര്യാദകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മാതിരി പണിയെടുത്ത് അടിയ കിട്ടല്ലേക്കുന്നത്. അപ്പം എന്ത് മനസ്സിലായി? ആദരിക്കേണ്ട വസ്തുക്കൾ ആദരിക്കണമെന്ന് പഠിപ്പിച്ചു. അല്ലെങ്കിൽ കുറ്റം കിട്ടും, ശിക്ഷ കിട്ടും. ആദരണീയ ആദരണീയ വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയെ ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്ലീസ് ശാപത്തിനിരയായത്. ഒരു ഇബ്ലീസ് ഉണ്ട്, ഓൻ ഇബ്ലീസ് ആകാൻ കാരണം, ശപിക്കാനുള്ള കാരണം ആദരിക്കേണ്ട വസ്തുക്കളെയും വ്യക്തികളെ ആദരിക്കാത്തത് കൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവൻ അനുസരിച്ചില്ല. അതുതന്നെയാണ് ഓന് നരകത്തേക്ക് പോകാനും ധിക്കാരിയാകാനും കാരണവും. ഈ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും വളരെയധികം ആദരിച്ചിരുന്നു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിനു ശേഷം അഥവാ വഫാത്തിനു ശേഷവും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ നബിമാർ, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ,
ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണം. വലിയമാർ, ഔലിയാക്കൾ നമ്മൾ കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞു വരും, പേടിക്കണ്ട. ഖുർആൻ, ഇതൊക്കെ വ്യക്തികൾ കേട്ടോ. ഇനി വസ്തുക്കൾ. ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, അൽ കഅബത്തുൽ മുക്കറമ, അൽ ഹുജറത്തുൽ ഷരീഫ, മസ്ജിദുകൾ, മുഅ്മിനീങ്ങളുടെ ഖബറുകൾ മുതലായവയെ നാം ആദരിക്കണം. അതും കഴിഞ്ഞു. ആദരവർഹിക്കുന്നതിനെയെല്ലാം എങ്ങനെ ആദരവർഹിക്കുന്നതിനെയെല്ലാം ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു ബോക്സ് ഉണ്ട്, രണ്ടാമത്തെ ബോക്സ്. കഴിഞ്ഞ ഭാഗത്തൊരു ബോക്സ് ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊരു ബോക്സ്. എല്ലാ ഭാഗത്തിലും ബോക്സ് കാണാതെ പഠിക്കാൻ കേട്ടോ. എന്താണ്? വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഭക്തിയിൽപ്പെട്ടതാണ്. ശആഇർ പറഞ്ഞാൽ ചിഹ്നം, അടയാളങ്ങൾ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. ഞാൻ തെദ്രീബാത്ത് നമ്മൾ നോക്കാം. തെദ്രീബാത്ത് അറിയില്ലേ? പരിശീലന ഭാഗമായി. നഖറഉ വനഫ്ഹമു, വായിക്കണം എന്നിട്ട് മനസ്സിലാക്കണം. വായിച്ചു മനസ്സിലാക്കാനാണ് ഖലീഫ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ മദീനയുടെയും അധികാര പ്രദേശങ്ങളുടെയും ഭരണം ഏറ്റെടുത്തത് ഒന്ന് സിദ്ദീഖ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. അവരെ പറ്റി ഖലീഫ, പ്രതിനിധി എന്ന് പറയും. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പ്രതിനിധിയ ഖലീഫ. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രതിനിധി ഖലീഫ. പിന്നെ അലിയുൻ കറമല്ലാഹു വജ്ഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫ പ്രതിനിധി. ഉമർ, ആരാണ് ഉമർ എന്ന് പറഞ്ഞാൽ? കുറേ ഉമർ നമ്മൾ ആ ഉമറൊന്നും അല്ല ഈ ഉമർ. ഈ ഉമർ ഏതാ? രണ്ടാം ഖലീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫ, ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരി. ഇനി ത്വായിഫ് പറഞ്ഞാൽ എന്താ? ത്വായിഫ് പറഞ്ഞാൽ മക്കയുടെ അടുത്തുള്ള ഒരു നാട്. മക്കൻ്റെ അടുത്തുള്ള നാടാണ് ത്വായിഫ്. ഇനി അൽ മസ്ജിദുൻ നബവി. എന്താ അൽ മസ്ജിദുൻ നബവി പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മസ്ജിദ്. ഇനി ഇബ്ലീസ്, പിശാചുക്കളുടെ നേതാവ്. പിശാചുക്കളുടെ നേതാവിൻ്റെ പേരാണ് ഇബ്ലീസ്, ശൈത്താന്മാരുടെ നേതാവ്. സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുജനന്മാർ. അഹ്ലു ബൈത്ത് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. വലിയ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ, അല്ല ഇഷ്ടപ്പെട്ട ആള്, അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആള്. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ. ആലം എന്നല്ല, ആലിം, പണ്ഡിതൻ. അൽ കഅബത്തുൽ മുക്കറമ, പരിശുദ്ധ കഅബ. മുക്കറമ പറഞ്ഞാൽ പരിശുദ്ധ കേട്ടോ. മുഅ്മിൻ, സത്യവിശ്വാസി. അൽഹംദുലില്ലാഹ്. ഇനി നംല ഉൽ ഫറാഖാണ്. നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണല്ലോ. വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ഏതു നാട്ടുകാരാണ്? ഖലീഫ ഡാഷ് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു. 2, ആദരണീയ വ്യക്തികളെ ഡാഷ് മുസ്ലിമിന് നിർബന്ധമാണ്. അപ്പം ആദരണീയ വ്യക്തികളെ ആദരിക്കൽ കേട്ടോ. ആദരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ഇനി 3, ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാത്തതിനാൽ
ഇബിലീസ് അല്ലേ, താശ് ഇബിലീസ് ശാപത്തിനിരയായി. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. ദാശ്യാൻ പറഞ്ഞിട്ടോ, വഫാത്തിന് ശേഷവും ആദരിച്ചിരുന്നു. ഇനി ഉത്തരം പറയാനാ. നുജീബു ഉത്തരം എഴുതുക. ആദരിക്കേണ്ട 5 വസ്തുക്കളുടെ പേര് എഴുതുക. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, 5 എണ്ണം എഴുതിയാൽ മതി. 1 അൽ ഖുർആൻ, 2 മതഗ്രന്ഥങ്ങൾ, 3 അൽ കഅബത്തുൽ മുക്കറമ, 4 അൽ ഹുജറത്തു ഷരീഫ, 5 മസ്ജിദുകൾ. ഇനി അടുത്തത് ആദരിക്കേണ്ട 5 വിഭാഗം ആളുകളുടെ പേരെഴുതുക. നബിമാർ, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, ഔലിയാക്കൾ, പണ്ഡിതന്മാർ. ഇഞ്ഞോ 3 ആദരണീയ വ്യക്തികളെയും വസ്തുക്കളെയും ബഹുമാനിക്കുന്നതിൻ്റെ വിധിയെന്ത്? നിർബന്ധം. ഉമ്മാനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്, ഉസ്താദിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. ചെറിയല്ല, കാര്യ പറഞ്ഞേ, കുറ്റം കിട്ടും അല്ലാണ്ടേക്കൊന്ന്. ഉമ്മാനൊന്നും കളിയാക്കാൻ പാടില്ല കേട്ടോ. 4 അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്. ഇനി 5 ആരാണ് സ്വഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. അപ്പോൾ 5 ആയി. ഇനി 6 ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ത്വായിഫുകാരോട് ക്ഷോഭിച്ചത് എന്തിന്? ദേഷ്യപ്പെട്ടത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ ഹുജറത്തു ഷരീഫയുടെ അടുത്ത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയതിന്. 7 ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. കാരണമെന്ത്? വെല്ലൊക്കെ മോളെ അവിടെ അപ്പല്ലേ കാണുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉണ്ടായതിനാൽ, അൽ ഹുജറത്തു ഷരീഫ് ഉണ്ടായത് കൊണ്ടാണ് വാഹനപ്പുറത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കാഞ്ഞത്. നബി തങ്ങളുടെ മണ്ണിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വാഹനത്തിൻ്റെ കാല് കുത്തുക? വല്ലാത്ത പേടിനല്ലേ. അങ്ങനെ വേണം, മീമാമാണ് അപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് തമാശയ്ക്കാർ എന്ത് കേട്ടാലും. ഇനി അടുത്ത എന്താ? ചേരുമ്പടി ചേർക്കാനാണ്. വരച്ചോക്കിയാൽ മതി. പക്ഷെ ഇത് വരക്കുമ്പോൾ ഒരു ഇതില്ല. കുട്ടികളല്ലേ, എഴുതി പഠിച്ചിട്ടോ. ഇബ്ലീസ് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ എന്നാണോ, പണ്ഡിതൻ എന്നാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരൻ എന്നാണോ, പിശാചുക്കളുടെ പിതാവ്? അതാണ് പിശാചുക്കളുടെ പിതാവ്. മുഅ്മിനി പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ എന്നാണോ, പണ്ഡിതൻ എന്നാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരൻ എന്നാണോ, സത്യവിശ്വാസി സത്യവിശ്വാസി. വലിയ പറഞ്ഞാൽ ആരാണ്? അല്ലാഹു തആലയുടെ ഇഷ്ടദാസൻ, അതന്നെ ഒന്നാമത്തെ തന്നെ. സ്വഹാബി പറഞ്ഞാൽ ആരാണ്? പണ്ഡിതൻ എന്നാണോ, നബിയുടെ അനുചരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിം എന്ന് പറഞ്ഞാൽ ആരാ? പണ്ഡിതൻ. അപ്പോൾ ഒക്കെ റെഡിയാക്കി കേട്ടോ. ഇനി നമുക്ക് എന്താണ്? ഉസ്താദുമാരെ ആദരിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? പടച്ചോനെ, ഗുരുനാഥന്മാരെ, മക്കളെ, ഗുരുനാഥന്മാരെ നാം ബഹുമാനിക്കണം. അതിന് നാം എന്തെല്ലാം ചെയ്യണം? സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ട്യൂഷൻ സെൻ്ററിലാണെങ്കിലും ഗുരുനാഥന്മാർക്ക് ബഹുമാനമുണ്ട്. നമുക്കൊരു ഉസ്താദ് ഉസ്താദായി കിട്ടിയാൽ പിന്നെ മാഷറ വരെ അത് ഉസ്താദ് തന്നെയാണ്.
മാറ്റാൻ പറ്റൂല. നിങ്ങളിൻ്റെ ഉസ്താദല്ലാതെ മാറ്റാൻ പറ്റൂല. ഉമ്മാനെ മാറ്റാൻ പറ്റുമോ? ഉമ്മാനെ ഉസ്താദന്മാരൊന്നും മാറ്റാൻ പറ്റൂല. പിന്നെ ഉസ്താദന്മാർ അള്ളാൻ്റെ ദീനും കൊണ്ട് കളിച്ചാൽ പിന്നെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കുട്ടികളല്ലേ. അല്ലെങ്കിൽ ഉസ്താദ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ നമ്മൾ ഉസ്താദ് തന്നെയാണ്. അയാളെ നമ്മൾ ബഹുമാനിച്ചോളണം, ഇഷ്ടപ്പെട്ടോളണം. ഉസ്താദുമാരെ കാണുമ്പോൾ പുഞ്ചിരിയോടെ ആദ്യം സലാം പറയുക, ബഹുമാനത്തോടെ സംസാരിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും താഴ്മയും മര്യാദയുമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ഉസ്താദുമാർ പഠിപ്പിച്ചു തരുമ്പോഴും ഉപദേശിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അത് കൃത്യമായി കേൾക്കുക. അവർ നൽകുന്ന പഠന പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർക്കുക കേട്ടോ. അവിടെ സ്പേസ് നഷ്ടപ്പെട്ടു. ചെയ്തു തീർക്കുക. നടക്കുമ്പോൾ അവർക്ക് മുന്നിൽ വഴിമാറി നിൽക്കുകയും അവർക്ക് മുന്നിൽ വഴിമാറി നൽകുകയും, സമരു വഴി കൊടുക്കണം. അവർക്ക് മുന്നേ നടക്കാതിരിക്കുകയും ചെയ്യുക. അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അനാവശ്യമായി കളിക്കാതിരിക്കുകയും ബഹുമാനത്തോടെ അച്ചടക്കത്തോടെ ഇരിക്കുകയും ചെയ്യുക. ഉസ്താദുമാർക്ക് വേണ്ടിയും അവരുടെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. ക്ലാസ്സിൽ കയറുമ്പോഴും പുറത്തു പോകുമ്പോഴും സംശയങ്ങൾ ചോദിക്കുമ്പോഴും അനുവാദം ചോദിച്ചു മാത്രം ചെയ്യുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ കുറഞ്ഞ സമയം നിന്റെ ഇൽമുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും മുൻകഴിഞ്ഞ മുഴുവൻ അമ്പിയാക്കൾ മുർസലീങ്ങളിലേക്കും നീ പൊരുത്തപ്പെട്ട മുഴുവൻ മഹത്തുക്കളിലേക്കും ഇതിൻ്റെ മിസില് സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മീസാനിൽ ഒരു ഖൈറായ വസ്തുവായി നാളെ കാണിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്. ഇതിൻ്റെ മിസില് സവാബ് ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഖബറിൽ അന്തിയിറങ്ങുന്ന ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, വല്യുപ്പമാർ, വല്യമ്മമാർ, ഉസ്താദുമാർ, മശായിഖുമാർ, അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമണമുള്ള ഖബറുകളാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ബന്ധപ്പെട്ടവർക്ക് നല്ല ആരോഗ്യം നൽകണേ അല്ലാഹ്. തഖ്വയിലായ ആഫിയത്ത് ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.